നമസ്കാരം. പ്രധാന വാർത്തകൾ. പെരിന്തൽമണ്ണയിൽ വീണ്ടും സ്വർണ്ണ കവർച്ചാ ശ്രമം. ബൈക്കിലെത്തിയ മുഖംമൂടി സംഘം മുളക് പൊടി വിതറി സ്കൂട്ടറിൽ പോകുന്ന സ്വർണ്ണ വ്യാപാരിയെ ആക്രമിച്ച് സ്വർണം തട്ടിയെടുക്കാൻ ശ്രമിച്ചു. സ്വർണ്ണമുണ്ടെന്ന് കരുതി സ്കൂട്ടർ സംഘം തട്ടിയെടുത്തു. ദർശൻ ഗോൾഡ് ഉടമ സുരേഷിനെയാണ് ആക്രമിച്ചത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ചെർപ്പളശ്ശേരിയിൽ വ്യാജ ഗൂഗിൾ പേ ആപ്പ് ഉപയോഗിച്ച് തട്ടിപ്പിന് ശ്രമം. ഹൈസ്കൂൾ വിദ്യാർത്ഥികളായ രണ്ടുപേരെ വ്യാപാരികൾ പിടികൂടി പോലീസിലേൽപ്പിച്ചു. ഇത്തരം വ്യാജ ആപ്പുകൾ നിരവധി പേർ ഉപയോഗിക്കുന്നതായി കുട്ടികളുടെ മൊഴി. വ്യാപാരികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ഏകോപന സമിതി. മണ്ണാർക്കാട് കുമരമ്പത്തൂർ പയ്യനിടം അമ്പലക്കുന്ന് തൂക്കുപാലവും പരിസരവും ലഹരി വിൽപ്പനക്കാരുടെ താവളം. രാത്രിയായാൽ ഇവിടെ ലഹരി സംഘങ്ങൾ തമ്പടിക്കുന്നതായി നാട്ടുകാർ. പോലീസിൽ അറിയിച്ചിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്നും ആക്ഷേപം. വന്ദേ ഭാരത് ട്രെയിനിന്റെ പരിപാലനം ഇനി ഷൊർണൂർ റെയിൽവേ ജംഗ്ഷൻ മെക്കാനിക്കൽ ഡിപ്പോയിൽ. തിരുവനന്തപുരം മംഗലാപുരം എക്സ്പ്രസ് പരിപാലനത്തിനായി ഷൊർണൂരിലെത്തിച്ചു. പ്രത്യേക പരിശീലനം നേടിയ സംഘത്തിനാണ് പരിപാലന ചുമതല. മണ്ണാർക്കാട് ദേശീയപാതയിൽ വാഹനാപകടം. നിയന്ത്രണം വിട്ട കാർ ചൂരിയോട് പാലത്തിന്റെ ക്രാഷ് ഗാർഡിലേക്ക് ഇടിച്ചു കയറി. കാൽനട യാത്രക്കാരനായ അതിഥി തൊഴിലാളിക്ക് പരിക്ക്. പെരിന്തൽമണ്ണ ചെർപ്പശ്ശേരി പാതയിൽ അപകട മേഖലയായി എരവിമംഗലം ബാലവാടിപ്പള്ളി. വീണ്ടും വള്ളുവനാട് പൂരലഹരിയിലേക്ക്. കീഴൂർ കാളിക്കാവ് പൂരവും കോതകുറിശി ചേറമ്പറ്റ പൂരവും മാർച്ച് 22-ന്. അടുത്തടുത്ത 2 പൂരങ്ങളും ഒരു ദിവസം വരുന്നത് 7 പതിറ്റാണ്ടുകൾക്ക് ശേഷം. വിശദമായ വാർത്തകൾ നോക്കാം. പെരിന്തൽമണ്ണയിൽ വീണ്ടും സ്വർണ്ണ കവർച്ചാ ശ്രമം. ബൈക്കിലെത്തിയ മുഖംമൂടി സംഘം സ്കൂട്ടറിൽ പോവുകയായിരുന്ന സ്വർണ്ണ വ്യാപാരിയെ മുളകുപൊടി വിതറി സ്വർണം തട്ടിയെടുക്കാൻ ശ്രമിച്ചു. ദർശൻ ഗോൾഡ് ഉടമ സുരേഷ് സേഠിനെയാണ് മൂവർ സംഘം മുളകുപൊടി വിതറി ആക്രമിക്കാൻ ശ്രമിച്ചത്. സ്വർണമുണ്ടെന്നു കരുതി ഇയാളുടെ സ്കൂട്ടർ സംഘം തട്ടിയെടുത്തു കൊണ്ടുപോയി. പോലീസ് അന്വേഷണം ആരംഭിച്ചു. സ്വർണ്ണ ശുദ്ധീകരണ സ്ഥാപന ഉടമയുടെ കണ്ണിൽ മുളകുപൊടി വിതറി 3-അംഗ മുഖംമൂടി സംഘം സ്വർണം തട്ടിയെടുക്കാൻ ശ്രമിച്ചു. ശ്രമം വിഫലമായതോടെ ഉടമ സഞ്ചരിച്ച സ്കൂട്ടറുമായി മൂവർ സംഘം കടന്നുകളഞ്ഞു. ചൊവ്വാഴ്ച രാത്രി 10:45 സംഭവം. പെരിന്തൽമണ്ണ നഗരത്തിലെ ദർശൻ ഗോൾഡ് ഉടമ സുരേഷ് സേഠ് കട അടച്ച ശേഷം ആയിഷ കോംപ്ലക്സിന് സമീപത്തു നിന്നും കാവുങ്ങൽപ്പറമ്പ് റോഡിലൂടെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. എതിരെ വന്ന ബൈക്ക് സുരേഷ് സേഠിന്റെ സ്കൂട്ടർ ഇടിച്ചു വീഴ്ത്തി. വീടുകിടന്ന സുരേഷ് സേഠിന്റെ മുഖത്ത് മുളകുപൊടി വിതറി. മുഖംമൂടിധാരികളായ 3 പേർ വീണുകിടന്നിരുന്ന സുരേഷ് സേഠിനെ ആക്രമിക്കാനൊരുങ്ങി. സുരേഷ് ഓടി രക്ഷപ്പെടുകയായിരുന്നു. സുരേഷ് സേഠിന്റെ സ്കൂട്ടറുമായി സംഘം കടന്നുകളഞ്ഞു. ഇന്നലെ ഞാൻ കട കൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ വീട്ടിൽ പോകുമ്പോൾ ആയിഷ കോംപ്ലക്സിൻ്റെ നേരെ ബാക്കിൽ വെളിയിലാണ് എൻ്റെ വീട് വരുന്നത്. എസ് കെ ഗാർഡൻസ്. പിന്നെ ആ വീട്ടിൽ പോകുന്ന വഴിക്ക് എതിർവശം വന്ന് സ്കൂട്ടിയാണ് 3 ആൾ സംഘമായിരുന്നു ആ സ്കൂട്ടിയിലുണ്ടായിരുന്നത്. അതിനെ പിന്നെ സ്പീഡായിട്ട് വന്നിട്ട് എൻ്റെ വണ്ടിയിൽ ആക്രമിക്കാൻ തുടങ്ങി. പിന്നെ അതിൽ ഞാൻ ഒന്ന് ബ്രേക്കിട്ട് ചവിട്ടുക. അതിൽ അപ്പം തന്നെ അവർ ഒരാൾ മുളകുപൊടി ഇട്ടു. മുളകുപൊടി ഇട്ടുകൊണ്ട് എൻ്റെ കണ്ണിലൊന്നും കാണാണ്ട്. ഇപ്പോഴും എൻ്റെ കണ്ണ് ആകെ തോടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒന്നും കാണാണ്ട്. ശരിക്കും അറിയാണെങ്കിൽ ഇതിൻ്റെ ഒരു ജീവൻ കിട്ടിയത് തന്നെ എൻ്റെ ഭാഗ്യനായി വരുന്നു. പിന്നെ അവർ സ്വർണം അതിലുണ്ട് എന്ന് കരുതിയിട്ടാണ് അവർ പിന്നെ എൻ്റെ സ്കൂട്ടിയായിട്ട് അവർ പോവുക ചെയ്തത്. സ്കൂട്ടറിൽ സ്വർണമുണ്ടെന്ന് ധരിച്ച അക്രമികളുടെ ലക്ഷ്യം പരാജയപ്പെട്ടു. എന്നാൽ സ്വർണം സൂക്ഷിച്ച കടയിലെ സേഫിന്റെ താക്കോൽ സുരേഷ് സേഠിന്റെ സ്കൂട്ടറിലുണ്ടായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് സുരേഷ് പോലീസിൽ പരാതി നൽകി. പോലീസ് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. സംഭവം നടന്ന സമയത്ത് തന്നെ അപ്പോൾ തന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി പിന്നെ പരാതികൾ കൊടുത്തു. പോലീസ് ഊർജിതമായ അന്വേഷണം നടക്കുന്നുണ്ട്. പിന്നെ ഡിവൈഎസ്പി സാറും പിന്നെ CI സാറും എല്ലാവരും ഊർജിതമായ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക. 4 മാസം മുമ്പാണ് പെരിന്തൽമണ്ണയിലെ ജ്വല്ലറി ഉടമകളെ മുളകുപൊടി വിതറി 3 കിലോയോളം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ കവർന്ന സംഭവം ഉണ്ടായത്. ഈ കേസിൽ പോലീസ് 8 പേരെ അറസ്റ്റ് ചെയ്യുകയും നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ ഭൂരിഭാഗം കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവത്തിന്റെ അതേ രീതിയിൽ വീണ്ടും പെരിന്തൽമണ്ണ നഗരത്തിൽ ആവർത്തിച്ചിരിക്കുകയാണിപ്പോൾ. ഗൂഗിൾ പേ വഴി പണം സ്വീകരിക്കുന്നവർ സൂക്ഷിക്കുക. വ്യാജ ഗൂഗിൾ പേ ആപ്പ് ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തുന്നവർ ചെർപ്പളശ്ശേരിയിലും സജീവം. കഴിഞ്ഞ ദിവസങ്ങളിൽ ചെർപ്പളശ്ശേരിയിലെ വ്യാപാര സ്ഥാപനങ്ങളിലെത്തി തട്ടിപ്പ് നടത്താൻ ശ്രമിച്ച പ്രായപൂർത്തിയാകാത്ത 2 പേരെ വ്യാപാരികൾ പിടികൂടി പോലീസിലേൽപ്പിച്ചു. പണമിടപാടുകളും പർച്ചേസുകളും ഡിജിറ്റൽ ആയതോടെ തട്ടിപ്പുകളും ഓൺലൈനായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ചെർപ്പളശ്ശേരിയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ എത്തി തുടർച്ചയായി തട്ടിപ്പ് നടത്തിയ 2 പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളെയാണ് വ്യാപാരികൾ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും വലിയ തുകയ്ക്ക് സാധനങ്ങൾ വാങ്ങി പണം ഗൂഗിൾ പേ വഴി നൽകാമെന്ന് പറയും.
തുടർന്ന് വ്യാജ ഗൂഗിൾ പേ ആപ്പ് ഉപയോഗിച്ച് സ്കാൻ ചെയ്തു പണം അയക്കും. സംഖ്യ എത്ര വലുതാണെങ്കിലും ഈ വ്യാജ ആപ്പിൽ അനായാസം പണം അയച്ചതായി കാണിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ സ്വീകർത്താവിന്റെ അക്കൗണ്ടിലേക്ക് പണം എത്തുകയുമില്ല. ഇത്തരത്തിൽ തുടർച്ചയായ 2 ദിവസങ്ങളിലായാണ് ചെറുപ്പളശ്ശേരിയിൽ ഇവർ തട്ടിപ്പ് നടത്തിയത്. എന്നാൽ അക്കൗണ്ടിൽ പണം എത്താത്തത് ശ്രദ്ധയിൽപ്പെട്ട കടയുടമ കുട്ടികളെ പിടിച്ചുവെച്ച് ചോദ്യം ചെയ്തപ്പോഴാണ് ഇത്തരത്തിൽ വ്യാജ ആപ്പ് വഴിയാണ് തങ്ങൾ പണം അയച്ചതെന്ന് കുട്ടികൾ സമ്മതിച്ചത്. തുടർന്ന് ഇനി ആവർത്തിക്കില്ല എന്ന ഉറപ്പിൽ ഇവരെ വിട്ടയക്കുകയും കടയുടമ വ്യാപാരികളുടെ ഗ്രൂപ്പിൽ വിവരം പങ്കുവയ്ക്കുകയും ചെയ്തു. എന്നാൽ പിറ്റേന്നും സമാനമായ രീതിയിൽ മറ്റൊരു കടയിലെത്തി ഇവർ തട്ടിപ്പ് നടത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് വ്യാപാരികൾ ഇവരെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. 1 ലക്ഷത്തോളം മെമ്പർമാരുള്ള ടെലഗ്രാം ഗ്രൂപ്പുകൾ വഴിയാണ് ഇത്തരത്തിലുള്ള വ്യാജ UPI ആപ്പുകൾ തട്ടിപ്പുകാർ പ്രചരിപ്പിക്കുന്നത്. ചെറുപ്പളശ്ശേരിയിലും പരിസര പ്രദേശങ്ങളിലും ഉൾപ്പെടെ നിരവധി പേർ ഇത്തരത്തിലുള്ള വ്യാജ ആപ്പുകൾ ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തുന്നതായി ഇവർ പറഞ്ഞു. ഈ വിഷയത്തിൽ വ്യാപാരികൾ ഗൗരവകരമായ ശ്രദ്ധ പുലർത്തണമെന്നും ഗൂഗിൾ പേ വഴി ഇടപാടുകൾ നടത്തുമ്പോൾ പണം അക്കൗണ്ടിൽ ലഭ്യമായി എന്ന് ഉറപ്പുവരുത്തണമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി KA ഹമീദ് പറഞ്ഞു. ചെറുപ്പളശ്ശേരിയിൽ ടൗണിൽ കച്ചവട സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ചില ആളുകൾ ഗൂഗിൾ പേയുടെയും അതുപോലെ തന്നെ ഫോൺ പേയുടെയും ഒക്കെ വ്യാജ ആപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ട് പർച്ചേസ് നടത്തുന്ന ഒരു സംവിധാനം നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഇങ്ങനെ 2 ദിവസം മുമ്പ് ചെറുപ്പളശ്ശേരിയിലുള്ള പല കച്ചവട സ്ഥാപനങ്ങളിലും ആളുകൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് ഗൂഗിൾ പേയുടെ പേയ്മെൻറ്റ് നടത്തി എന്ന് പറഞ്ഞ് ആളുകളെ അവരുടെ ഫോണിലത്തെ സ്ക്രീനിൽ ടിക്ക് കാണിച്ച് സാധനങ്ങളുമായി പോകുന്ന ഒരു സംവിധാനം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. അത് മിനിഞ്ഞാന്ന് തന്നെ നമ്മുടെ സംഘടനയുടെ ആളുകൾ കാണുകയും അറിയുകയും കച്ചവടക്കാർ സംഘടന അറിയിക്കുകയും ഞങ്ങളത് ആ ആളുകളെ കൈയോടെ പിടിച്ച് ഇനി ആവർത്തിക്കില്ല എന്നുള്ള ഉറപ്പിൽ മിനിഞ്ഞാന്ന് ഇവിടുന്ന് പറഞ്ഞയച്ചു. എന്നാൽ ഇന്നലെ രാവിലെ വീണ്ടും അതേ ആളുകൾ ചെറുപ്പളശ്ശേരി ടൗണിൽ വന്ന് മറ്റ് കടകളിൽ കയറി ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടത്താൻ ശ്രമിച്ചപ്പോൾ ചെറുപ്പളശ്ശേരി പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ആളുകളെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഇത്രയും വിശദീകരിച്ച് ഇവിടെ പറയാനുള്ള കാരണം ഇനി ഇവിടുന്ന് അങ്ങോട്ട് പെരുന്നാളിൻ്റെ തിരക്കുകൾ നടക്കുകയാണ്. ഈ സമയത്ത് തിരക്കുള്ള കച്ചവട സ്ഥാപനങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ആളുകൾ വന്ന് ഈ രീതിയിൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് വ്യാജ ആപ്പിലൂടെ പേയ്മെൻറ്റ് നടത്തി പോകുന്നത് എല്ലാ കച്ചവടക്കാരും ശ്രദ്ധിക്കണം. വലിയ സംഖ്യയാണ് ഇതിലൂടെ കച്ചവടക്കാർക്ക് നഷ്ടപ്പെടുന്നത്. തിരക്കുള്ള സമയത്താവുകൊണ്ട് നമ്മളാരും നമ്മുടെ അക്കൗണ്ടിൽ ഈ പൈസ വന്നോ എന്ന് ഉറപ്പിക്കുന്നതിന് മുമ്പ് ആളുകളെ പറഞ്ഞയക്കരുത്. കാരണം അത് വലിയ സംഖ്യകൾ ഇത്തരത്തിൽ നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു മെസ്സേജ് പരസ്യമായി നൽകുന്നത്. ഇത്തരത്തിൽ വരുന്ന ആളുകളൊക്കെ മുതിർന്ന ആളുകളല്ല, ചെറിയ കുട്ടികളാണ് വരുന്നതെന്ന് കൂടി ശ്രദ്ധിക്കണം. ഇന്നലെ നമ്മൾ ചെറുപ്പളശ്ശേരി ടൗണിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുന്ന ആളുകൾ സ്കൂൾ വിദ്യാർത്ഥികളാണ് എന്നുള്ളതാണ് ഇതിലെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. ഇന്നലെ പിടിച്ച 2 ആളുകളും 8ാം ക്ലാസ് വിദ്യാർത്ഥികളാണ്. ആ തരത്തിലാണ് ഈ തട്ടിപ്പിൻ്റെ വ്യാപ്തി വളരെ വലുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയത്. പോലീസ് സ്റ്റേഷനുമായി ഇന്നലെ ബന്ധപ്പെട്ടപ്പോൾ DYSP അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. ചെറുപ്പളശ്ശേരി CI വളരെ താല്പര്യപൂർവ്വം ഈ കാര്യം അന്വേഷിച്ചു. അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് 80,000-ത്തിലും അധികം ആളുകൾ ഈ ഒരു ആപ്പിൽ കണ്ണികളായിട്ടുണ്ട്. അപ്പോൾ അത്തരം ആളുകൾ ഇനിയും വലിയ തോതിൽ ചെറുപ്പളശ്ശേരിയിലും പരിസര പ്രദേശത്തും ഉണ്ടാകും. അതുകൊണ്ട് കച്ചവടക്കാർ മാത്രമല്ല, എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും മറ്റ് ഈ ഇത്തരത്തിൽ ക്രയവിക്രയം നടത്തുന്ന സാമ്പത്തികമായി ക്രയവിക്രയം നടത്തുന്ന മുഴുവൻ ആളുകളും ഈ ഒരു തട്ടിപ്പ് ശ്രദ്ധിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഇതിൽ പ്രധാനമായി പറയാനുള്ളത്, നമ്മുടെ അക്കൗണ്ടിൽ പൈസ വന്നു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ ഉപഭോക്താക്കൾക്ക് സാധനങ്ങൾ നൽകേണ്ടതുള്ളൂ. ആളുകളെ ഈ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. ഇത്തരത്തിൽ തട്ടിപ്പ് നടക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനൊരു സംവിധാനം ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ആളുകളെ ബോധ്യപ്പെടുത്തേണ്ട, നമ്മുടെ നല്ല കസ്റ്റമേഴ്സിനെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി കച്ചവടക്കാർ ഏറ്റെടുക്കണം എന്ന് അഭ്യർത്ഥിക്കാം. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. മണ്ണാർക്കാട് കുമരമ്പത്തൂർ പയ്യനടം അമ്പലക്കുന്ന് തൂക്കുപാലവും പരിസരവും ലഹരി വിൽപ്പന കേന്ദ്രമായി മാറി. സന്ധ്യയായാൽ ഈ പ്രദേശം ലഹരി വിൽപ്പനക്കാരുടെ താവളമാണ്. പോലീസിൽ അറിയിച്ചെങ്കിലും നടപടിയില്ലെന്ന് നാട്ടുകാർ. പുതുക്കുടി ഏനാനിമംഗലം ക്ഷേത്രത്തിന്റെ സമീപത്താണ് തൂക്കുപാലം. പുതുക്കുടിയെയും തെങ്കര പഞ്ചായത്തിലെ കൈതച്ചിറയെയും ബന്ധിപ്പിക്കുന്ന പാലമാണിത്. സന്ധ്യ കഴിഞ്ഞാൽ പുഴയുടെ ഇരുകരകളിലും
സാമൂഹ്യവിരുദ്ധരുടെ താവളമാണ്. സമീപ ജില്ലകളിൽ നിന്ന് ഉൾപ്പെടെയുള്ളവരാണ് ഇവിടെ എത്തുന്നത്. ലഹരി വസ്തുക്കളുടെ കൈമാറ്റം ഇവിടെ വെച്ചാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. സന്ധ്യയായാൽ പ്രദേശവാസികൾ ഈ ഭാഗത്തേക്ക് പോകാറില്ല. അതുകൊണ്ട് തന്നെ ലഹരി സംഘങ്ങൾക്ക് സൗകര്യമായി ഇടപാട് നടത്താൻ കഴിയും. അമ്പലംകുന്ന് തിരഞ്ഞെടുക്കാൻ വേറെയും കാരണങ്ങളുണ്ട്. പയ്യനേടം മൈലാമ്പാടം റോഡിൽ നിന്ന് വിവിധ വഴികളിലൂടെ അമ്പലംകുന്നിൽ എത്താൻ കഴിയും. തൂക്കുപാലം കടന്ന് കൈതച്ചിറ ഭാഗത്തു നിന്നും എത്താനാവും. ഏതെങ്കിലും തരത്തിൽ പരിശോധനയുണ്ടായാൽ രക്ഷപ്പെടാനുള്ള മാർഗങ്ങളുള്ളതാണ് അമ്പലംകുന്നിനെ ലഹരി സംഘത്തിന് പ്രിയപ്പെട്ടതാക്കുന്നത്. പലതവണ പോലീസിനെ വിവരം അറിയിച്ചെങ്കിലും വരാമെന്ന് പറയുന്നതല്ലാതെ പോലീസ് എത്താറില്ലെന്ന് പൊതുപ്രവർത്തകനും നാട്ടുകാരനുമായ ഷാഫി മൈലങ്കോട്ടിൽ പറഞ്ഞു. നമ്മുടെ അമ്പലംകുന്ന് തൂക്കുപാലമുണ്ട്. ആ തൂക്കുപാലത്തിൻ്റെ പരിസരമാണ് ഈ ലഹരിയുടെ ആളുകളുടെ മെയിൻ താവളമായിട്ട് അവർ ഉപയോഗിക്കുന്നത്. കാരണം അത് ആ വഴിക്ക് വന്നു കഴിഞ്ഞാൽ 4 വഴിക്ക് അവർക്ക് രക്ഷപ്പെടാം. കേതസർ വഴി വരാം. നമ്മുടെ ഭാഗത്ത് തന്നെ 3 വഴിയിലൂടെ അവർക്ക് രക്ഷപ്പെടാൻ മാർഗ്ഗമാണ്. പുറത്തു നിന്നുള്ള നമ്മളറിയാത്ത വണ്ടികളൊക്കെ, മലപ്പുറം രജിസ്ട്രേഷനുള്ള വണ്ടികളൊക്കെ വന്നിട്ടാണ് അവിടെ കച്ചവടം നടത്തിയിട്ട് അവർ യാതൊരു കൂസലുമില്ലാതെ നാട്ടുകാരെ പേടിക്കാതെ അവർ കച്ചവടം നടത്തി പോകുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ ഈ അവസരത്തിൽ ഇപ്പോൾ നാട് മൊത്തം ലഹരിക്കെതിരെ പോരാടുന്ന ഈ അവസരത്തിൽ ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും ഈ ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും എക്സൈസൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒരു റൈഡും കാര്യങ്ങളൊക്കെ നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലഹരിയുടെ ഈ ഉപയോഗത്തിനെതിരെ ഇതിൻ്റെ ഡീലർമാരെയൊക്കെ പിടിക്കാൻ പറ്റുമെന്നുള്ള യാതൊരു സംശയമില്ല. അതിന് ഭരണകൂടം ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നു. പോലീസ് ഈ പരിസരത്തേക്ക് ചെക്കിങ്ങിനോ മറ്റുള്ള കാര്യങ്ങൾക്കോ വരാറില്ല എന്നാണ് പറയാനുള്ളത്. കാരണം അവർ വരാമെന്ന് പറയും, പക്ഷേ വരുന്നില്ല എന്നുള്ളത് തന്നെയാണ് മെയിൻ പ്രശ്നം. കാരണം അവർ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ പിടിക്കാൻ പറ്റും. അവർ വന്നു കഴിഞ്ഞാൽ അരമണിക്കൂറോ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ കച്ചവടം ഉറപ്പിച്ച് ഈ ലഹരി കൈമാറിയിട്ട് ഇവർ ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് അനാസ്ഥ മൂലം തന്നെയാണ് ഈ ലഹരി മാഫിയകൾ ഇപ്പോൾ ഈ നാട്ടിലൊക്കെ വിലസുന്നത് എന്നതിൽ തർക്കമില്ല. പോലീസ് പട്രോളിംഗ് ഇവിടെ ശക്തമാക്കണമെന്നും പഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ ജാഗ്രതാ സമിതികൾ രൂപീകരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. വന്ദേ ഭാരത് ട്രെയിനിന്റെ പരിപാലനം ഇനി ഷൊർണൂർ റെയിൽവേ ജംഗ്ഷൻ മെക്കാനിക്കൽ ഡിപ്പോയിൽ. തിരുവനന്തപുരം മംഗലാപുരം വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് പരിപാലനത്തിനായി ഷൊർണൂരിലെത്തിച്ചത്. 8 കോച്ചുകളടങ്ങിയ ട്രെയിനാണിത്. 2 ആഴ്ചയെടുത്താണ് എല്ലാ സാങ്കേതിക പരിപാലനവും പ്രധാന സുരക്ഷാ പരിശോധനകളും ഷൊർണൂരിലെ മെക്കാനിക്കൽ വിഭാഗം ചെയ്യുക. 18 മാസത്തിലൊരിക്കൽ ചെയ്യേണ്ട പരിപാലനമാണ് ഇനി ഇവിടെ ചെയ്യുന്നത്. ട്രിപ്പ് നടപ്പാക്കാനുള്ള പദ്ധതികൾ മംഗലാപുരത്ത് നിന്നാണെങ്കിലും പരിപാലനം ഷൊർണൂരിലാണ് സജ്ജമാക്കുക. സീറ്റുകൾ, ശൗചാലയങ്ങൾ, കർട്ടനുകൾ, സ്റ്റീൽ ഭാഗങ്ങൾ തുടങ്ങിയവയെല്ലാം ശുചീകരിക്കും. ബോഗികൾ മാറ്റിയും ചക്രങ്ങൾ അഴിച്ചും പരിശോധിക്കും. ചക്രവും ബോഗികളും ചെന്നൈ ആസ്ഥാനമായുള്ള ലോക്കോ വർക്ക് കേന്ദ്രത്തിലെത്തിച്ച് തകരാറുണ്ടെങ്കിൽ പരിഹരിച്ച് റോഡ് മാർഗം തിരിച്ച് ഷൊർണൂരിലെത്തിക്കും. ഷൊർണൂർ മെക്കാനിക്കൽ വിഭാഗത്തിലെ പ്രത്യേക പരിശീലനം നേടിയ 12 ജീവനക്കാരെയാണ് പരിപാലനത്തിന് ചുമതലപ്പെടുത്തിയത്. പരിപാലനം കഴിഞ്ഞ് 3 മാസം സർവീസ് നടത്തിയ ശേഷം അടുത്ത വന്ദേ ഭാരതും ഷൊർണൂരിൽ പരിപാലനത്തിന് എത്തിച്ചേക്കും. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ ചുരിയോട് പാലത്തിന്റെ ക്രാഷ് കാർഡിലേക്ക് നിയന്ത്രണം വിട്ട കാർ ഇടിച്ചു കയറി അപകടം. കാൽനടയാത്രക്കാരനായ അതിഥി തൊഴിലാളിയെയും ഇടിച്ചിട്ടാണ് കാർ പാഞ്ഞു കയറിയത്. കാർ പൂർണ്ണമായും തകർന്നു. തൊഴിലാളിക്ക് പരിക്കേറ്റു. ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് സംഭവം. മണ്ണാർക്കാട് ഭാഗത്തേക്ക് വരികയായിരുന്ന കാർ പാലത്തിൽ നിയന്ത്രണം വിട്ടതാണ് അപകട കാരണം. കാൽനടയാത്രക്കാരനായിരുന്ന ചിറക്കൽപ്പടിയിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളിക്ക് നിസ്സാര പരിക്കേറ്റു. ഇയാളെ മണ്ണാർക്കാട്ടെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് ദൃക്സാക്ഷികൾ പോലീസിന് മൊഴി കൊടുത്തിട്ടുള്ളത്. പെരിന്തൽമണ്ണ എരവിമംഗലം ബാലവാടിപ്പടിക്ക് സമീപം ഒരു ദിവസങ്ങളിൽ 2 വാഹനാപകടങ്ങൾ. കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. നിയന്ത്രണം വിട്ട കാറ് ചായക്കടയിലേക്ക് പാഞ്ഞു കയറി മറ്റൊരപകടവും ഉണ്ടായി. പെരിന്തൽമണ്ണ ചെറുപ്പുളശ്ശേരി പാതയിൽ ബാലവാടിപ്പടിക്ക് സമീപം 100 മീറ്ററിനുള്ളിൽ ഒരു ദിവസം 2 വാഹനാപകടങ്ങളാണ് ഉണ്ടായത്. ചൊവ്വാഴ്ച രാവിലെ 8 മണിയോടെ കാറും സ്കൂട്ടിയും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്ന ആനമങ്ങാട് മണലായ സ്വദേശി തൂളിയത്ത് നിഷ്മ, തൂളിയത്ത് ഷമീൽ എന്നിവർക്ക് സാരമായി പരിക്കേറ്റു. കാർ ഓടിച്ചിരുന്ന മങ്കട സ്വദേശി അഭിഷേകിനും പരിക്കേറ്റു. പരിക്കേറ്റ 3 പേരെയും പെരിന്തൽമണ്ണ കിംസ് അൽ ഷിഫ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാർ അമിത വേഗതയിലാണ് ഓടിച്ചിരുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു.
ഈ അപകടം നടന്ന ഏതാനും മീറ്ററുകൾ മാത്രം അകലെ നിയന്ത്രണം വിട്ട കാർ ചായക്കടയിലേക്ക് ഇടിച്ചു കയറി. ഇടിയിൽ ചായക്കടയിലെ തൊഴിലാളിയുടെ സ്കൂട്ടർ തകർന്നു. തൂത സ്വദേശിയും ഇയാളുടെ ഭാര്യയും കുട്ടിയുമാണ് കാറിൽ ഉണ്ടായിരുന്നത്. ഇവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഈ 2 അപകടങ്ങൾ നടന്ന ഭാഗത്തു നിന്നും 1/2 കിലോമീറ്റർ മാത്രമുള്ള ഒലിങ്കര വളവിലാണ് കഴിഞ്ഞ ദിവസം രാത്രി നിയന്ത്രണം വിട്ട മിനി ചരക്ക് ലോറി മറിഞ്ഞ് അപകടമുണ്ടായത്. ഇടവേള. വാർത്തകൾ തുടരുന്നു. തച്ചനാട്ടുകര സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ പ്രവൃത്തികളിൽ ഇനി ആരംഭിക്കാനുള്ളത് കുത്തുപറമ്പിലെ ശുദ്ധീകരണശാലയിൽ നിന്നും തേങ്ങാക്കണ്ടം മലയിലെ ടാങ്കിലേക്ക് വെള്ളമെത്തിക്കാനുള്ള പൈപ്പ് സ്ഥാപിക്കൽ. പൈപ്പ് ദേശീയപാതയോരത്തുകൂടി ആയതിനാൽ വകുപ്പിന്റെ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് പ്രവൃത്തികൾ തുടങ്ങും. കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട മിക്ക പ്രവൃത്തികളും പൂർത്തീകരിച്ചു വരികയാണ്. ഇനി ആരംഭിക്കാനുള്ളത് കൂത്തുപറമ്പിലെ ശുദ്ധീകരണശാലയിൽ നിന്നും തേങ്ങാക്കണ്ടം മലയിലെ ടാങ്കിലേക്ക് വെള്ളം എത്തിക്കുന്നതിനും അലനല്ലൂർ കോട്ടപ്പാടം പഞ്ചായത്തുകളിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നതിനുമുള്ള പൈപ്പ് സ്ഥാപിക്കൽ പ്രവൃത്തിയുമാണ്. ഈ പ്രവൃത്തികൾ നടത്തേണ്ടത് ദേശീയപാതയോരത്തു കൂടിയായതിനാൽ വകുപ്പിന്റെ അനുമതി ലഭിക്കും മുറയ്ക്ക് ജോലികൾ ആരംഭിക്കും. ടാങ്ക് നിർമ്മാണത്തിന് സമാന്തരമായി ദേശീയപാതയോരത്തെ പൈപ്പിടൽ പ്രവൃത്തികളും നടത്താനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. നിലവിൽ ടാങ്കിന്റെ നിലം ഒരുക്കൽ പ്രവൃത്തികൾ പൂർത്തീകരിച്ചു. കോഴിക്കോട് പാലക്കാട് ദേശീയപാത കടന്നുപോകുന്ന ആര്യമ്പാവ് ടൗണിലെ ഹൈമാസ്റ്റ് ലൈറ്റ് പൂർണ്ണമായും തെളിയുന്നില്ല. 12 LED ലൈറ്റുകൾ ഉള്ളതിൽ 2 എണ്ണം മാത്രമാണ് പ്രകാശിക്കുന്നത്. അതിൽ തന്നെ 1 മിന്നിയാണ് പ്രകാശിക്കുന്നത്. കടകളടച്ചാൽ ആര്യമ്പാവ് ടൗണിപ്പോൾ ഇരുട്ടിലാണ്. എൻ ഷംസുദ്ദീൻ MLA-യുടെ 2015-16 ആസ്തി വികസന ഫണ്ട് വിനിയോഗിച്ചാണ് ആര്യമ്പാവ് ജംഗ്ഷനിൽ ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചത്. ദേശീയപാത കടന്നുപോകുന്ന ഭാഗമായതിനാൽ വാഹനയാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും ബസ് കാത്തു നിൽക്കുന്നവർക്കും രാത്രികാലങ്ങളിൽ ഏറെ ഉപകാരപ്രദമായിരുന്നു. എന്നാൽ കുറച്ചു മാസങ്ങളായി ലൈറ്റ് പൂർണ്ണമായും തെളിയുന്നില്ല. മൊത്തം 12 LED ബൾബുകൾ ഉള്ളതിൽ 2 എണ്ണം മാത്രമാണ് പ്രകാശിക്കുന്നത്. അതിൽ തന്നെ 1 മിന്നിയാണ് തെളിയുന്നത്. ഒരു ബൾബിന്റെ പ്രകാശം കൊണ്ട് ടൗണിൽ വെളിച്ചം ലഭിക്കുന്നില്ല. കടകൾ അടച്ചാൽ ആര്യമ്പാവ് ജംഗ്ഷൻ പൂർണ്ണമായും ഇരുട്ടിലാണ്. 24 മണിക്കൂറും പൊതുഗതാഗതം ഉള്ളതിനാൽ മിക്ക സമയങ്ങളിലും യാത്രക്കാർ ഉള്ള ഭാഗം കൂടിയാണ് ഇവിടം. ലൈറ്റ് നിർമ്മിച്ച് 5 വർഷത്തിനപ്പുറം ഗ്രാമപഞ്ചായത്തിനാണ് നവീകരണ ചുമതല. അണഞ്ഞുപോയ ലൈറ്റുകൾ എത്രയും പെട്ടെന്ന് നന്നാക്കാൻ കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്ത് തയ്യാറാവണമെന്ന് ടൗണിലെ ഓട്ടോ തൊഴിലാളികളും യാത്രക്കാരും ആവശ്യപ്പെട്ടു. വള്ളുവനാട്ടിലെ അടുത്തടുത്ത പ്രദേശത്തെ 2 പ്രധാന പൂരങ്ങൾ ഒരു ദിവസം. അനങ്ങൻമലയുടെ അടിവാരത്തുള്ള കോതകുറിശി ചേറമ്പറ്റ പൂരവും കീഴൂർ കാളിക്കാവ് പൂരവുമാണ് ഇത്തവണ മാർച്ച് 22-ന് ഒരേ ദിവസം വന്നിട്ടുള്ളത്. പേരുകേട്ട ഗജനിരയും വാദ്യപ്രമാണിമാരുമെല്ലാം എത്തുന്ന പൂരമാണ് രണ്ടും. അനങ്ങൻമലയുടെ അടിവാരത്ത് വർണ്ണവിസ്മയം തീർക്കുന്ന ഉത്സവങ്ങളാണ് കീഴൂർ കാളിക്കാവ് പൂരവും കോതകുറിശി ചേറമ്പറ്റ ഭഗവതി ക്ഷേത്രത്തിലെ പൂരവും. 2 ക്ഷേത്രവും തമ്മിൽ അധിക ദൂരവുമില്ല. തട്ടക നിവാസികളെല്ലാം 2 പൂരങ്ങളിലും പങ്കെടുക്കാറുമുണ്ട്. എന്നാൽ ഇത്തവണ ഈ 2 പൂരങ്ങളും ഒരു ദിവസം വന്നത് അല്പം അതിശയമായി. ഏതു പൂരം കാണുമെന്ന കൺഫ്യൂഷനിലാണ് നാട്ടുകാരെല്ലാം. മാർച്ച് 22-നാണ് ഈ 2 പൂരവും ആഘോഷിക്കുന്നത്. നാട്ടിലെ പഴമക്കാർക്ക് പോലും അടുത്തൊന്നും ഈ 2 പൂരവും ഒരുമിച്ച് വന്നതായി ഓർമ്മയില്ല. 40-ലേറെ ആനകൾ അണിനിരക്കുന്ന പൂരമാണ് ചേറമ്പറ്റ പൂരം. കുതിരയും ഇണക്കാളകളും തേരും പൂരത്തിന് ചന്തം ചാർത്തും. ചളവറ, പുലിയാനംകുന്ന്, കുറ്റിക്കോട്, തരുവക്കോണം, പാവുക്കോണം, അനങ്ങനടി, തൃക്കടീരി, പത്തംകുളം, പാലക്കോട് എന്നീ ദേശങ്ങളാണ് ചേറമ്പറ്റ ക്ഷേത്രത്തിൻ്റേത്. കീഴൂർ, മേലൂർ ദേശങ്ങളിൽ നിന്നായി 25ഓളം ഗജവീരന്മാർ അണിനിരക്കുന്നതാണ് കീഴൂർ കാളിക്കാവ് പൂരം. തലേ ദിവസം വലിയാറാട്ട് കാളവേലയും ആഘോഷിക്കും. ചേറമ്പറ്റക്കാവിൽ മീനത്തിലെ ചോദ്യനാളിൽ കൊടികയറി 5-ാം ദിവസമാണ് പൂരം ആഘോഷിക്കുക. കീഴൂർ കാളിക്കാവിൽ മീനം 8-നാണ് പൂരം. ഇത് ഒത്തുവന്നതാണ് 2 പൂരവും ഒരേ ദിവസം വരാൻ കാരണം. പൂരക്കച്ചവടക്കാരിലും ഇത് അല്പം പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും 22-ന് അനങ്ങൻ്റെ താഴ്വരയിൽ പൊടിപൂരത്തിന് തന്നെയാണ് ഇത്തവണ അരങ്ങൊരുങ്ങിയിട്ടുള്ളത്. മാണിയംകുളം മനുശ്ശേരി ചോറോട്ടൂർ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ താലപ്പൊലി ആഘോഷിച്ചു. പ്രശസ്ത ഗജവീരന്മാരും അണിനിരന്നു. രാവിലെ 6-ന് ക്ഷേത്ര ചടങ്ങുകളോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത്. കല്ലുവഴി മുരളി നമ്പീശന്റെ മേളവും നടന്നു. വെള്ളിയാട് ആറാട്ടിനു ശേഷം പോഴത്ത് മനക്കലിൽ നിന്ന് 3 ആനകളുടെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് തുടങ്ങി.
മനുശ്ശേരി രാജേന്ദ്രൻ തിടമ്പേറ്റി. പുത്തൂർ ദേവിസുധനും മനുശ്ശേരി കൊച്ചയ്യപ്പനും കൂട്ടാനകളായി. ചോറ്റാനിക്കര വിജയന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യവും ഉണ്ടായി. തുടർന്ന് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വേലകൾ ക്ഷേത്രമൈതാനിയിൽ എത്തി. ആശാരിത്തറ വേലയ്ക്ക് അക്കിക്കാവ് കാർത്തികേയൻ തിടമ്പേറ്റി. ജൂബിലി വേലയ്ക്ക് പാമ്പാടി രാജനും പടിഞ്ഞാറ്റുമുറി വേലയ്ക്ക് മംഗലാംകുന്ന് ശരൺ അയ്യപ്പനും തെക്കുമുറി വേലയ്ക്ക് ചെറുപ്പുളശ്ശേരി മണികണ്ഠനും തിടമ്പേറ്റി. വൈകിട്ട് മേളത്തിന്റെ അകമ്പടിയോടെയുള്ള കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. രാത്രി കല്ലൂർ ഉണ്ണികൃഷ്ണന്മാരാർ, ആറങ്ങോട്ടുകര ശിവൻ എന്നിവരുടെ ഇരട്ടത്തായ്മകയുമുണ്ടായി. ബുധനാഴ്ച പുലർച്ചെ 2-ന് താലം കൊളുത്തലും തുടർന്ന് എഴുന്നള്ളിപ്പിന് മേളവും പഞ്ചവാദ്യവും ഉണ്ടാകും. വൈകിട്ട് 6:45-ന് കൊടിയിറക്കും. ബുധനാഴ്ച വൈകിട്ട് ഭാരതപ്പുഴയിൽ വലിയാറാട്ടോടെ താലപ്പൊലി ചടങ്ങുകൾ സമാപിക്കും. ആലിപ്പറമ്പ് പഞ്ചായത്ത് മട്ടുപ്പാവിൽ പച്ചക്കറി കൃഷി പദ്ധതിക്ക് തുടക്കം കുറിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സൽ ഉദ്ഘാടനം ചെയ്തു. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മട്ടുപ്പാവ് പച്ചക്കറി കൃഷി പദ്ധതി ആരംഭിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സൽ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പദ്ധതിക്കായി ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഗ്രാന്റുകളിൽ നിന്നായി 8 ലക്ഷം രൂപ ചിലവഴിച്ചു. 250 പേർക്ക് 800 രൂപ വീതം ഗുണഭോക്തൃ വിഹിതം അടച്ച് 20 ചട്ടികളും 40 കിലോ ജൈവവളവും 40 വിവിധയിനം തൈകളുമാണ് വിതരണം ചെയ്തത്. പോഷക സമൃദ്ധിയുള്ളതും വിഷരഹിത പച്ചക്കറികൾ സ്വന്തമായി വീടകങ്ങളിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യവുമാണ് ഈ പദ്ധതി നിർവഹണത്തിന് ഭരണസമിതിയെ പ്രേരിപ്പിച്ചതെന്ന് പ്രസിഡന്റ് KT അഫ്സൽ പറഞ്ഞു. ചടങ്ങിൽ സ്ഥിരം സമിതി ചെയർമാൻമാരായ CP ഹംസക്കുട്ടി, ജുബില ലത്തീഫ്, മെമ്പർമാരായ ബാലസുബ്രഹ്മണ്യൻ, രാജേഷ് PP, അമ്പിളി, TK നവാസ്, സജിത, ലീന ശാന്തിനി, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സുരേഷ് ബാബു P, കൃഷി ഓഫീസർ റജീന തുടങ്ങിയവർ പങ്കെടുത്തു. മാർച്ച് 19 EMS ദിനമായിരുന്നു. EMSന്റെ ജന്മനാടായ പെരിന്തൽമണ്ണ ഏലംകുളത്ത് വിപുലമായ പരിപാടികളോടെ EMS ദിനം ആചരിച്ചു. അനുസ്മരണ പരിപാടി CPM ജില്ലാ കമ്മിറ്റി അംഗം വി ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ പ്രഥമ മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് നേതാവുമായ EMSന്റെ വേർപാടിന് മാർച്ച് 19-ന് 27 വർഷം തികയുകയാണ്. EMSന്റെ ജന്മനാടായ ഏലംകുളത്ത് വിപുലമായ പരിപാടികളോടെ EMS ദിനാചരണം സംഘടിപ്പിച്ചു. ബ്രാഞ്ച് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ 18 ബ്രാഞ്ചുകളിൽ പ്രഭാതപേരി നടത്തി പതാക ഉയർത്തി. അനുസ്മരണ യോഗങ്ങളും നടന്നു. ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏലംകുളത്ത് നടന്ന അനുസ്മരണ യോഗം ജില്ലാ കമ്മിറ്റി അംഗം വി ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. P ഗോവിന്ദപ്രസാദ് അധ്യക്ഷത വഹിച്ചു. P അജിത് കുമാർ, MK ശ്രീധരൻ, S ശ്രീരാജ്, NP ഉണ്ണികൃഷ്ണൻ, P സുധീർ ബാബു, അനിത പള്ളത്ത്, M സോമൻ തുടങ്ങിയവർ സംസാരിച്ചു. കരിമ്പ ഗ്രാമപഞ്ചായത്തിൽ വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണം ചെയ്തു. പ്രസിഡന്റ് PS രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. കല്ലടിക്കോട് കനാൽ ജംഗ്ഷനിലും ഇടക്കുറിശി സെന്ററിലുമായി നടന്ന ചടങ്ങിൽ 60 വയസ്സിന് മുകളിലുള്ള 70 പേർക്കാണ് കട്ടിൽ നൽകിയത്. നമ്മുടെ പരീക്ഷണം വിജയിച്ചു. ചെണ്ടുമല്ലി നന്നായിട്ട് നമ്മുടെ നാട്ടിൽ ഉണ്ടാവും, നല്ല വിളവ് ലഭിക്കുമെന്ന് നമുക്ക് കഴിഞ്ഞ വർഷം തെളിയിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്രാവശ്യം ചെണ്ടുമല്ലി മാത്രമല്ല വാടാമല്ലി, അതുപോലെ കോഴിച്ചൂട്ടൻ തുടങ്ങിയ പൂക്കളൊക്കെ തന്നെ ഇക്കൊല്ലം കൃഷി ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. കാർഷിക മേഖലയിൽ 36,000 രൂപയാണ് ഈ പദ്ധതിക്ക് വേണ്ടി നമ്മൾ നീക്കിവെച്ചത്. 70 കട്ടിലുകളാണ് വിതരണം ചെയ്യുന്നത്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ H ജാഫർ അധ്യക്ഷനായി. വാർഡ് മെമ്പർ KC ഗിരീഷ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KK ചന്ദ്രൻ, PK അബ്ദുള്ളക്കുട്ടി, മോഹനൻ, ബീന ചന്ദ്രകുമാർ, M ചന്ദ്രൻ, രമ്യ തുടങ്ങിയവർ സംസാരിച്ചു. പുരസ്കാരത്തിൽ തിളങ്ങി മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തോടനുബന്ധിച്ച് മണ്ണാർക്കാട് സർക്കിൾ സഹകരണ യൂണിയൻ ഏർപ്പെടുത്തിയ അവാർഡുകളിൽ 3 കരസ്ഥമാക്കിയാണ് ബാങ്ക് വിജയക്കുതിപ്പ് തുടരുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ജില്ലയിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപമായി 25 കോടി രൂപ സമാഹരിച്ചതിനും ഏറ്റവും കൂടുതൽ മുറ്റത്തെ മുല്ല വായ്പ വിതരണം ചെയ്തതിനും ഏറ്റവും മികച്ച നീതി സ്റ്റോറിനുള്ള അവാർഡ് ഉൾപ്പെടെ 3 അവാർഡുകളാണ് ബാങ്കിന് ലഭിച്ചത്. പാലക്കാട് സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ശ്രീഹരിയിൽ നിന്നാണ് അവാർഡുകൾ ഏറ്റുവാങ്ങിയത്. ബാങ്കിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ സഹകരിച്ച ഇടപാടുകാർക്ക് നന്ദി രേഖപ്പെടുത്തുന്നതായി സെക്രട്ടറി S അജയ്കുമാർ പറഞ്ഞു. 2023-24 സാമ്പത്തിക വർഷത്തെ നിക്ഷേപ സമാഹരണത്തിൽ പാലക്കാട് ജില്ലയിൽ തന്നെ 25 കോടിയിലധികം രൂപ നമുക്ക് തന്ന ലക്ഷ്യം 25 കോടിയധികം രൂപ സ്വരൂപിച്ചുകൊണ്ട് നമ്മൾ ടാർഗറ്റ് പൂർത്തിയാക്കി. പാലക്കാട് ജില്ലയിലെ നിക്ഷേപ സമാഹരണത്തിൽ ഏറ്റവും കൂടുതൽ പൈസ സമാഹരിച്ച ബാങ്കിൻ്റെ അവാർഡ്
മണ്ണാർക്കാട് താലൂക്ക് സർക്കാർ സഹകരണ യൂണിയൻ്റെ അവാർഡ് ഇത്തവണ മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്കിനാണ് ലഭിച്ചത്. ഈ നിക്ഷേപസമാഹരണം വിജയിപ്പിക്കാനായി സഹായിച്ച എല്ലാ മാന്യ ഇടപാടുകളും മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്കിൻ്റെ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ വട്ടിപ്പലിശക്കാരെ ഒഴിവാക്കാനായി കേരള സംസ്ഥാനത്ത് ആരംഭിച്ച മുറ്റത്തെ മുല്ല പദ്ധതി മണ്ണാർക്കാട് റൂറൽ ബാങ്കിൻ്റെ ഒരു ഉൽപ്പന്നമായിരുന്നു. അത് ഈ വർഷവും 2023-24 സാമ്പത്തിക വർഷവും ഏറ്റവും കൂടുതൽ മുറ്റത്തെ മുല്ല വായ്പ വിതരണം ചെയ്യുകയും അതിൻ്റെ അവാർഡും മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്കിനാണ് ലഭിച്ചിട്ടുള്ളത്. അതോടെ തന്നെ മാർക്കറ്റിൽ ഇടപെട്ടുകൊണ്ട് ന്യായവിലയ്ക്ക് ഗുണമേന്മയുള്ള സാധനങ്ങൾ വിറ്റഴിക്കാനായി ആരംഭിച്ച നിധി സ്റ്റോർ അതിൻ്റെ ഏറ്റവും വിപുലമായ രൂപത്തിൽ നീതി സൂപ്പർ മാർക്കറ്റ് എന്ന രൂപത്തിലേക്ക് മാറ്റി കഴിഞ്ഞ സാമ്പത്തിക വർഷം ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്ന നീതി സ്റ്റോറിനുള്ള അവാർഡും മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്കിനാണ് ലഭിച്ചത്. ഈ അവാർഡുകളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം റൂറൽ ബാങ്ക് ഹാളിൽ വെച്ച് നടന്ന യോഗത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട പാലക്കാട് ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ ശ്രീഹരി സാർ മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഭരണസമിതി അംഗങ്ങളും സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആൾക്കാർ അവാർഡ് ഏറ്റുവാങ്ങി. ഇതിലെല്ലാം സഹകരിച്ച മണ്ണാർക്കാട്ടെ പൗരാവലിയോടും ഈ മാന്യ ഇടപാടുകാരോടും ഒക്കെയുള്ള നന്ദി ബാങ്കിൻ്റെ ഭരണസമിതിക്കും ജീവനക്കാർക്കും വേണ്ടി ബാങ്കിൻ്റെ പേരിൽ അറിയിക്കുകയാണ്. ബാങ്കിനു വേണ്ടി സെക്രട്ടറി എസ് അജയ്കുമാർ, വൈസ് പ്രസിഡന്റ് റഷീദ് ബാബു, ഭരണസമിതി അംഗങ്ങൾ എന്നിവർ ചേർന്ന് അവാർഡ് ഏറ്റുവാങ്ങി. ഒരിടവേള കൂടി. മറ്റു വാർത്തകൾ നോക്കാം. വാണിജ്യ വാർത്തകൾ. പുരുഷ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുത്തൻ ഭാവുകത്വമേകിയ ചെർപ്പളശ്ശേരിയിലെ ഹോഫ് ദി ഫാഷൻ എക്സ്പേർട്സ് പുതിയ ഷോറൂമിൽ നവീകരിച്ച പ്രവർത്തനം ആരംഭിച്ചു. നെല്ലായ MP കുഞ്ഞുമുഹമ്മദ് മുസ്ലിയാർ പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പുരുഷ വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകി ചെർപ്പളശ്ശേരിയിൽ 1 വർഷം പൂർത്തീകരിച്ച ഹോഫ് ദ ഫാഷൻ എക്സ്പേർട്സ് ആണ് ഇപ്പോൾ പുതിയ ഷോറൂമിൽ നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത്. ചെർപ്പളശ്ശേരി ഹൈസ്കൂൾ റോഡിൽ BSNL ഓഫീസിന് എതിർവശം പ്രവർത്തനം ആരംഭിച്ച ഹോഫ് നെല്ലായ MP കുഞ്ഞുമുഹമ്മദ് മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി KA ഹമീദ്, യൂണിറ്റ് സെക്രട്ടറി ഷംസുദ്ദീൻ തുടങ്ങിയവരും മറ്റ് സാമൂഹ്യ രാഷ്ട്രീയ വ്യാപാര രംഗത്തെ പ്രമുഖരും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ചടങ്ങിൽ പങ്കെടുത്തു. കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ഉപഭോക്താക്കളുടെ മനക്കവർന്ന ഹോഫ് കൂടുതൽ സൗകര്യങ്ങളുടെ മികച്ച സെലക്ഷനുമായാണ് പുതിയ ഷോറൂമിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ആഘോഷവേളകൾ അവിസ്മരണീയമാക്കാനും പുത്തൻ ട്രെൻഡുകൾക്കൊപ്പം ചേർന്ന് നടക്കാനും ഫാഷൻ വസ്ത്രങ്ങളുടെ വിസ്മയ കളക്ഷനാണ് ഹോഫിൽ ജെൻസ് ആൻഡ് ബോയ്സിനായി ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ മെൻസ് ഫാഷൻ ആക്സസറീസും ഹോഫിൽ ലഭിക്കും. വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെയാണ് ഹോഫ് പുതിയ ഷോറൂമിലേക്ക് മാറിയിട്ടുള്ളത്.
റംസാൻ പ്രമാണിച്ച് 100 രൂപയുടെ മഹാലാഭമേളയിൽ കട കാലിയാക്കൽ വിൽപ്പന. നിലവിലുള്ള വിലയുടെ പകുതി വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കാനുള്ള അസുലഭ അവസരമാണ് മണ്ണാർക്കാട് മൈജി ഫ്യൂച്ചറിന് സമീപം നടക്കുന്ന മഹാലാഭമേളയിൽ ഒരുക്കിയിരിക്കുന്നത്. 89 രൂപയാണ് ഞങ്ങൾ വിൽക്കുന്ന വില. ഇപ്പോൾ അത് നാളെ മുതൽ നമുക്ക് 45 രൂപ മാത്രമേ ഉള്ളൂ. ഒരു പീസിന് 45 രൂപ മാത്രമേ ഉള്ളൂ. ഇത് 3 പീസ് 199 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് നമ്മളിപ്പോൾ ഓഫറിൽ വെറും 99 രൂപ ഉള്ളൂ. 3 പീസ് 99 രൂപ ഉള്ളൂ. ഇതൊക്കെ 89 രൂപയ്ക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ വെറും 45 രൂപ മാത്രമേ ഉള്ളൂ. അടിപൊളി പലാസയാണ് 69 കൊടുക്കുന്നത്. ഇപ്പോൾ 35 രൂപ മാത്രമേ ഉള്ളൂ. പലാസ, അടിപൊളി പലാസ. ഐറ്റംസ് ഒക്കെ പാതി വില ഉള്ളൂ. ഇപ്പോൾ നമ്മളിവിടെ വിൽക്കുന്നതിന് പാതി വിലക്കാണ് നാളെ മുതൽ നമ്മൾ കൊടുക്കുന്നത്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ പ്ലാസ്റ്റിക് ഗൃഹോപകരണങ്ങൾ, ജെൻസ്, ലേഡീസ്, കിഡ്സ് എന്നിവരുടെ ഫാഷൻ വസ്ത്രങ്ങൾ, ബാഗുകൾ, ചെരുപ്പുകൾ, ജനൽ കർട്ടനുകൾ, തലയിണ, ബെഡ്ഷീറ്റ്, പുതപ്പുകൾ, ചെടിച്ചട്ടികൾ, ലോണ്ടറി ഐറ്റംസ്, ചവിട്ടി, സ്റ്റീൽ പാത്രങ്ങൾ, ഫ്ലവർ വേസുകൾ, ഫോട്ടോ ഫ്രെയിം തുടങ്ങി വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ സാധനങ്ങളും ഒരു കുടക്കീഴിൽ ഒരുക്കിയാണ് മഹാലാഭമേള പ്രവർത്തനം ആരംഭിച്ചത്. റംസാനോടനുബന്ധിച്ച് 20-ന് വ്യാഴാഴ്ച മുതൽ കടയിലെത്തുന്നവർക്ക് ഏതെടുത്താലും പകുതി വില നൽകിയാൽ മതിയാകും. ഈ സാധനം 89 രൂപയാണ്. ഈ 89 രൂപയുടെ സാധനം വെറും 45 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. വെറും 45 മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ ബ്ലാങ്കറ്റ് കൊടുക്കുന്നത് അത് 49 രൂപക്കാണ്. ഇനി നാളെ മുതൽ ഒരു പീസ് 49 രൂപ മാത്രമേ ഉള്ളൂ. ഷോപ്പിൽ 60 രൂപയ്ക്ക് വിൽക്കുന്നതാണ്. ഏറ്റവും വില കുറച്ചുകൊണ്ടാണ് നമ്മൾ ഷോപ്പിൽ ഇത് കൊടുക്കുന്നത്. വെറും 60 രൂപയാണ്. ഇത് നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ നാളെ മുതൽ ഇത് 19 രൂപയാണ്. ഒരു പീസിന് 19 രൂപ. ഈ ലേഡീസിൻ്റെ ടോപ്പ് ഇത് വെറും 99 രൂപയ്ക്കാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. ഇനി നാളെ മുതൽ ഇത് 49 രൂപയായി. 49 രൂപയ്ക്ക് എത്രയും വില കുറച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. ഉപഭോക്താക്കൾക്ക് ഒന്നിൻ്റെ വിലയിൽ 2 എണ്ണം വാങ്ങാനുള്ള അസുലഭ അവസരമാണ് ഒരുക്കിയിരിക്കുന്നതെന്നും മാനേജ്മെൻറ്റ് പ്രതിനിധി അറിയിച്ചു. ഷോപ്പിക്ക് വരികയും നമ്മളെ മഹാമേളയ്ക്ക് വരികയും കാരണം എന്താ വെച്ചാൽ നമ്മൾ എല്ലാ സാധനങ്ങളും പാതി വിലക്കാണ് നമ്മൾ കൊടുക്കാൻ വിചാരിച്ചിട്ടുള്ളത്. നാളെ വന്നിട്ട് എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് വാങ്ങാം. ഡ്രസ്സ് ഐറ്റംസും എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. നാളെ മുതൽ തന്നെ വന്നാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഇത്രയും ലാഭത്തിൽ ഒരു കടയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടില്ല. അത്രയും കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ പാതി വിലക്കാണ് കൊടുക്കുന്നത്. എല്ലാം വില കുറച്ചിട്ടാണ് നമ്മൾ എല്ലാ സാധനങ്ങളും നമ്മൾ ഇവിടുന്ന് എല്ലാവർക്കും കൊടുക്കുന്നത്. ഡ്രസ്സ് ഐറ്റംസ് എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. എല്ലാ ഐറ്റംസിനും എത്രയും പെട്ടെന്ന് വന്നോളി നാളെ മുതൽ. ഇപ്പോൾ ഇവിടെ ഉള്ള സാധനങ്ങൾ ഇറങ്ങിക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ലേഡീസ് ബാഗ്, പലാശ, അതുപോലെ തന്നെ നമ്മളെ ബക്കറ്റ്, റമ്മ്, ബാസ്ക്കറ്റ്, അത് ലോണ്ടറി ബക്കറ്റ്, ഈ ഐറ്റംസ് ഒത്തിരി സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ആ ഐറ്റംസിനൊക്കെ അതിലിട്ട വിലൻ്റെ പാതി വില മാത്രം നിങ്ങൾ കൊടുത്താൽ മതി. ഇനി ഷോർട്ട് ന്യൂസ് കാണാം. ED അറസ്റ്റ് ചെയ്ത SDPI ദേശീയ പ്രസിഡന്റ് MK ഫൈസിയെ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാലക്കാട് ജില്ലാ കമ്മിറ്റി ഒറ്റപ്പാലത്ത് ഐക്യദാർഢ്യ സംഗമം സംഘടിപ്പിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ഷഹീർ ചാലിപ്പുറം അധ്യക്ഷനായി. വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് KC നാസർ, മനുഷ്യാവകാശ പ്രവർത്തകരായ വിളയോടി ശിവൻകുട്ടി, കാർത്തികേയൻ വടക്കഞ്ചേരി, SDTU ജില്ലാ പ്രസിഡന്റ് മരക്കർ ഒറ്റപ്പാലം, SDPI പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി ബഷീർ മൗലവി, സെക്രട്ടറിമാരായ റുക്കിയ അലി, മജീദ് ഷൊർണൂർ എന്നിവർ സംസാരിച്ചു. ഒറ്റപ്പാലം നഗരസഭയ്ക്ക് കീഴിലെ കണ്ണിയമ്പുറത്തെ സർക്കാർ ആയുർവേദ ആശുപത്രിയിൽ കാത്തിരിപ്പ് സമയങ്ങൾ ആനന്ദകരമാക്കാൻ ടിവിയും. റോയൽ ഗ്രൂപ്പാണ് ആയുർവേദ ആശുപത്രിയിലേക്ക് TV നൽകിയത്. ബുധനാഴ്ച നടന്ന HMC യോഗത്തിൽ വച്ച് റോയൽ ഗ്രൂപ്പ് ചെയർമാൻ PV ഹംസ TV കൈമാറി.
നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി, വൈസ് ചെയർമാൻ കെ രാജേഷ് എന്നിവർ ചേർന്ന് ടി വി ഏറ്റുവാങ്ങി. ചീഫ് മെഡിക്കൽ ഓഫീസർ PM സിനി, മറ്റ് HMC അംഗങ്ങൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. നമ്മൾ കോവിഡ് സമയത്തൊക്കെ മരുന്ന് വാങ്ങി ആളുകൾക്ക് കൊടുക്കുന്നതിനൊക്കെ അയച്ചാണ് ഏത് പരിപാടി വരുമ്പോൾ അവിടെ എന്താണ് ആവശ്യം എന്ന് പറഞ്ഞ് പറഞ്ഞ് ചെയ്തു തരുന്ന അല്ലെങ്കിൽ നമ്മളെ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായിക്കുന്നതാണ് സംസദേക്ക് ഇനിയും ഇങ്ങനെ ഇത്തരത്തിന് ചെയ്യാൻ കഴിയട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. ആയുർവേദ ഹോസ്പിറ്റൽ ഇന്ന് ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ഹോസ്പിറ്റലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. 1 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ്, പുതിയ ബിൽഡിംഗ് ബ്ലോക്കാണ് ഈ കെട്ടിടത്തിന് മുകളിൽ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നത്. വരുന്ന ദിവസങ്ങളിൽ ഇതിൻ്റെ സേവനങ്ങളെ സംബന്ധിച്ച്, രോഗികൾക്കുള്ള സൗകര്യങ്ങളെ സംബന്ധിച്ചിട്ട് ഒരു പരിശോധന നടക്കാൻ വേണ്ടി പോവുകയാണ്. ആ പരിശോധന നടക്കുമ്പോൾ രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും അല്ലെങ്കിൽ ഇവിടേക്ക് വരുന്ന സേവനത്തിന് വേണ്ടിയിട്ടുള്ള വരുന്നവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി നൽകുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ വരുന്നവർക്ക് ഒരു TV അനിവാര്യമാണ്. അവരുടെ സമയം ചെലവഴിക്കാൻ വിനോദത്തിനുൾപ്പെടെ ഒരു TV ആവശ്യമാണ് എന്ന് ഡോക്ടർ അറിയിക്കുകയും അത് ഉടനെ തന്നെ റോയൽ ഗ്രൂപ്പിനെ അറിയിക്കുകയും ചെയ്തു. വളരെ സന്തോഷത്തോടു കൂടി ഇവിടെ ഇന്ന് HMC നടക്കുന്ന ഈ ദിവസം തന്നെ അത് പറഞ്ഞ സമയത്ത് നമുക്ക് എത്തിച്ചു തരികയും ചെയ്തിട്ടുള്ള റോയൽ ഗ്രൂപ്പിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ആവശ്യമുണ്ട് പറഞ്ഞതിൽ തന്നെ നമുക്കൊരു മനസ്സിലാണ്. കാരണം എന്താ വെച്ചാൽ അങ്ങനെ പറയുമ്പോൾ അത് ആവശ്യങ്ങൾ അറിയിച്ചു നമ്മൾ അറിഞ്ഞു കൊടുക്കുമ്പോൾ അത് വേറെ കാര്യമാണ്. പക്ഷേ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു അഭിപ്രായമാണ്. ആയുർവേദ ആശുപത്രി ഒരുപാട് പാവപ്പെട്ട ആളുകൾക്ക് ചികിത്സ കിട്ടി, അവർ സുഖപ്പെട്ടു എന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാർ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ വലിയ സന്തോഷമുണ്ട്. അതുകൊണ്ട് ഇനിയും നല്ല കാര്യങ്ങൾ ചെയ്യാൻ എല്ലാ സ്റ്റാഫിനും എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുള്ളൂ. ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സരോജിനി ദാമോദരൻ ഫൗണ്ടേഷൻ സംസ്ഥാനത്തെ മികച്ച ജൈവ കർഷകർക്ക് നൽകി വരുന്ന അക്ഷയശ്രീ അവാർഡ് നേടി ഒറ്റപ്പാലം പാലപ്പുറം പഴയ പോസ്റ്റ് ഓഫീസ് സ്വദേശി നിതിൻ ദാസ്. ജൈവ കർഷകർക്കുള്ള പ്രത്യേക പുരസ്കാരത്തിനാണ് നിതിൻ ദാസ് അർഹനായത്. ആലപ്പുഴയിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ സിനിമാ താരം അനൂപ് ചന്ദ്രനിൽ നിന്നും നിതിൻ ദാസ് അവാർഡ് ഏറ്റുവാങ്ങി. 7500 രൂപയും ഉപഹാരവും സർട്ടിഫിക്കറ്റും അടങ്ങുന്നതാണ് അവാർഡ്. VHSC അഗ്രികൾച്ചർ പൂർത്തിയായ നിതിൻ ദാസ് നിലവിൽ ജൈവ പച്ചക്കറി കൃഷിയാണ് ചെയ്യുന്നത്. പ്രശസ്ത കഥകളി നടനായിരുന്ന കോട്ടയ്ക്കൽ ശിവരാമൻ്റെ സ്മരണാർത്ഥം കുഞ്ചുനായർ മെമ്മോറിയൽ ട്രസ്റ്റും കോട്ടയ്ക്കൽ ശിവരാമൻ്റെ കുടുംബവും ചേർന്ന് ഏർപ്പെടുത്തിയ 2025 ഓർമ്മ പുരസ്കാരം കലാനിലയം മുകുന്ദന് നൽകും. 22,222 രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ജൂലൈ 19 കോട്ടയ്ക്കൽ ശിവരാമൻ്റെ 15ാം ചരമവാർഷിക ദിനത്തിൽ നടത്തുന്ന പരിപാടിയിൽ പുരസ്കാരം സമ്മാനിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പെരിന്തൽമണ്ണയിൽ വീണ്ടും സ്വർണ്ണ കവർച്ചാ ശ്രമം. ബൈക്കിലെത്തിയ മുഖംമൂടി സംഘം മുളകുപൊടി വിതറി സ്കൂട്ടറിൽ പോകുന്ന സ്വർണ്ണ വ്യാപാരിയെ ആക്രമിച്ച് സ്വർണം തട്ടിയെടുക്കാൻ ശ്രമിച്ചു. സ്വർണ്ണമുണ്ടെന്ന് കരുതി സ്കൂട്ടർ സംഘം തട്ടിയെടുത്തു. ദർശൻ ഗോൾഡ് ഉടമ സുരേഷിനെയാണ് ആക്രമിച്ചത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ചെർപ്പളശ്ശേരിയിൽ വ്യാജ ഗൂഗിൾ പേ ആപ്പ് ഉപയോഗിച്ച് തട്ടിപ്പിന് ശ്രമം. ഹൈസ്കൂൾ വിദ്യാർത്ഥികളായ 2 പേരെ വ്യാപാരികൾ പിടികൂടി പോലീസിലേൽപ്പിച്ചു. ഇത്തരം വ്യാജ ആപ്പുകൾ നിരവധി പേർ ഉപയോഗിക്കുന്നതായി കുട്ടികളുടെ മൊഴി. വ്യാപാരികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ഏകോപന സമിതി. മണ്ണാർക്കാട് കുമരമ്പത്തൂർ പയ്യനിടം അമ്പലക്കുന്ന തൂക്കുപാലവും പരിസരവും ലഹരി വിൽപ്പനക്കാരുടെ താവളം. രാത്രിയായാൽ ഇവിടെ ലഹരി സംഘങ്ങൾ തമ്പടിക്കുന്നതായി നാട്ടുകാർ. പോലീസിൽ അറിയിച്ചിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്നും ആക്ഷേപം. വന്ദേ ഭാരത് ട്രെയിനിന്റെ പരിപാലനം ഇനി ഷൊർണൂർ റെയിൽവേ ജംഗ്ഷൻ മെക്കാനിക്കൽ ഡിപ്പോയിൽ. തിരുവനന്തപുരം മംഗലാപുരം എക്സ്പ്രസ് പരിപാലനത്തിനായി ഷൊർണൂരിലെത്തിച്ചു. പ്രത്യേക പരിശീലനം നേടിയ സംഘത്തിനാണ് പരിപാലന ചുമതല. മണ്ണാർക്കാട് ദേശീയപാതയിൽ വാഹനാപകടം. നിയന്ത്രണം വിട്ട കാർ ചൂരിയോട് പാലത്തിന്റെ ക്രാഷ് ഗാർഡിലേക്ക് ഇടിച്ചു കയറി. കാൽനട യാത്രക്കാരനായ അതിഥി തൊഴിലാളിക്ക് പരിക്ക്. പെരിന്തൽമണ്ണ ചെർപ്പളശ്ശേരി പാതയിൽ അപകട മേഖലയായി എരവിമംഗലം ബാലവാടിപ്പള്ളി. വീണ്ടും വള്ളുവനാട് പൂരലഹരിയിലേക്ക്. കീഴൂർ കാളിക്കാവ് പൂരവും കോതകുറിശി ചേറമ്പറ്റ പൂരവും മാർച്ച് 22-ന്. അടുത്തടുത്ത 2 പൂരങ്ങളും ഒരു ദിവസം വരുന്നത് 7 പതിറ്റാണ്ടുകൾക്ക് ശേഷം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.